Hello everyone, welcome to this new session. ഇന്നത്തെ സെഷനിൽ നമ്മൾ MLT ലബോറട്ടറി ടെക്നിക്സിൽ എന്ന ടോപ്പിക്കിൽ കുറച്ച് MCQs ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷനും ആയിട്ടായിരിക്കും ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് എഫിക്കസി ഓഫ് ഡിസിൻഫെക്റ്റൻസ് എക്സെപ്റ്റ് ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ്, ഇൻ-യൂസ് ടെസ്റ്റ്, കെൽസി സൈക്കിസ് ടെസ്റ്റ്, സെരനീസ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് 4 ടെസ്റ്റ് ഉണ്ട്. ഈ 4 ടെസ്റ്റിൽ നമ്മൾ ഡിസിൻഫെക്റ്റൻസിന്റെ എഫിക്കസി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസിൻഫെക്റ്റന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ, അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ അത് നല്ല എഫിഷ്യൻസി ഉള്ള, അതായത് മാക്സിമം മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ച് കളയാൻ കഴിവുള്ള ഡിസിൻഫെക്റ്റൻസിനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിക്കസി നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും, അതിനുവേണ്ടി കുറച്ച് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരെണ്ണം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. അത് ഏത് ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് സെരനീസ് ടെസ്റ്റ്. ഓക്കെ, ഏതാണ്? സെരനീസ് ടെസ്റ്റ് ആണ്. ബാക്കി 3 ടെസ്റ്റും, അതായത് ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് ആയാലും, ഇൻ-യൂസ് ടെസ്റ്റ് ആയാലും, കെൽസി സൈക്കിസ് ടെസ്റ്റ് ആയാലും, ഇത് 3ഉം ഡിസിൻഫെക്റ്റന്റെ എഫിക്കസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഈ സെരനീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ടെസ്റ്റാണ്. നമ്മളത് സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഈക്കോളൈ പോലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ എത്രത്തോളം ഇത് അഫക്റ്റീവ്, ഇൻവേസീവ്നെസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇനി ഇൻവേഡ് ചെയ്തു എന്ന് ഈ ബാക്ടീരിയസിന് മറ്റു ഓർഗാനിസത്തിനെ ഹാം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അളവ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെസ്റ്റാണ് ഈ സെരനീസ് ടെസ്റ്റ്. സോ അതാണ് ഓഡ് വൺ ആയിട്ടായിട്ട് വരുന്നത്. അപ്പം ഇവിടെ ബാക്കി 3 ടെസ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസിൻഫെക്റ്റൻസിന്റെ എഫിഷ്യൻസി, എന്താണ് ഡിസിൻഫെക്റ്റൻസിന്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് എന്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ളതാണ്? ബാക്ടീരിയൽ പാത്തോജൻസ്. നമുക്കറിയാം പാത്തോജൻസ് വൈറസ് ആകാം, ബാക്ടീരിയ ആകാം, അങ്ങനെ പല ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ബാക്ടീരിയൽ ആയിട്ടുള്ള പാത്തോജൻസിനെതിരെ എത്രത്തോളം ഡിസിൻഫെക്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ചെറുത്തു നിൽക്കാൻ പറ്റും. അതായത് എത്രത്തോളം ബാക്ടീരിയൽ പാത്തോജൻസിനെ നശിപ്പിക്കാൻ പറ്റും. അതാണ് ഡിസിൻഫെക്റ്റൻസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് ഡിറ്റർമിൻ ചെയ്യുന്ന ടെസ്റ്റാണ് ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡിസിൻഫെക്റ്റൻസിന് എന്ത് ചെയ്യും? ഒരു ഈസ്റ്റ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു 3% ഡ്രൈഡ് ഹ്യൂമൻ ഫീസസ്. അപ്പം ഈ ഒരു കണ്ടീഷൻ, ഈസ്റ്റ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു 3% ഡ്രൈഡ് ഹ്യൂമൻ ഫീസസ്, അതിൽ നിന്നും ഹ്യൂമൻ വേസ്റ്റിന്റെ ഒരു 3% ഡ്രൈ ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഈസ്റ്റിന്റെ സസ്പെൻഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഫീസസിന്റെ ഈ ഒരു കണ്ടന്റ്, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉള്ളൊരു മീഡിയമാണ് അല്ലേ. അപ്പൊ അതിലേക്ക് നമ്മൾ, അതായത് ഇത് ഓർഗാനിക് മാറ്റർ ആണ്. അപ്പോൾ ഓർഗാനിക് മാറ്റർ വീക്ക് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് മൈക്രോ ഓർഗാനിസത്ത് വരും അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് അത് അതിലുണ്ടാകുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ചു കളയും അല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ വരുന്ന ഗ്രോത്ത്, അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഗ്രോത്ത്. ചിലപ്പോൾ ഡിസിൻഫെക്റ്റന്റ് നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ആണെങ്കിൽ അവിടെ പിന്നീട് മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യത്തില്ല. അപ്പൊ ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ അത് നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ആണ്. അങ്ങനെ നമ്മൾ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ എഫിഷ്യൻസി നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഈ ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പലപ്പോഴും നമ്മളൊരു MCQ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിനോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്, ഇതിൽ പലപ്പോഴും പല കെമിക്കൽസ് ആഡ് ചെയ്യുന്നതിൽ ഫിനോളും ഇതിലൊരു കമ്പോണന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഫിനോൾ കോഎഫിഷ്യന്റ് എന്നിട്ടൊരു കോഎഫിഷ്യന്റ് ഉണ്ട്. ചില സമയത്ത് നമ്മൾ ആ ഒരു കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കെൽസി സൈക്കിസ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, കപ്പാസിറ്റി യൂസ് ഡൈല്യൂഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ട്രിപ്പിൾ ചാലഞ്ച് കപ്പാസിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ കുറേ സ്റ്റെപ്സിലായിട്ട് ഇതിങ്ങനെ ചെയ്യുന്നതാണ്. അതായത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ എഫിഷ്യൻസി, ആ എഫിഷ്യൻസി മെഷർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഈ ഡിസിൻഫെക്റ്റന്റ് എന്തുമായിട്ട് മിക്സ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിക്കാണ് പറയുന്നത് ഡിസിൻഫെക്റ്റന്റ് വിത്ത് ബാക്ടീരിയൽ സസ്പെൻഷൻ until its capacity to kill is exhausted.
അപ്പൊ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡിസിൻഫെക്റ്റന്റിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസിൻഫെക്റ്റന്റ് എടുത്തിട്ട് ബാക്ടീരിയൽ സസ്പെൻഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് വീണ്ടും ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയൽ സസ്പെൻഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ ഏത് പോയിന്റ് വരെ ആ ഡിസിൻഫെക്റ്റന്റിന് ഇനി കൂടുതൽ മൈക്രോ ഓർഗാനിസം നശിപ്പിക്കാൻ പറ്റില്ല എന്നൊരു പോയിന്റ് എത്തുന്നത് വരെ എന്ത് ചെയ്യും, ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ സ്റ്റെപ്സിന്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ഓരോ മൈക്രോബിന്റെ ഈ ഒരു സസ്പെൻഷൻ ആഡ് ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റിന്റെ എമൗണ്ടിൽ നിന്ന് കുറച്ചൊന്ന് കുറയ്ക്കുന്നുണ്ട്, എടുത്ത് മാറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് എത്രത്തോളം ഇതിന് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ കെൽസി സൈറ്റിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻസിന്റെ ഒക്കെ ഒരു മെഷർമെന്റിന് എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ എടുക്കാറില്ല. പിന്നെ ലാസ്റ്റ് പറയുന്ന ടെസ്റ്റാണ് ആൻഡ് ഇൻയൂസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഇൻയൂസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ എന്താണ് ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ എത്രത്തോളം ഇതിന് എഫിഷ്യൻസി ഉണ്ടെന്നുള്ള ചെക്ക് ചെയ്യാനാണെങ്കിലും ചില ക്ലിനിക്കൽ സെറ്റിങ്സ് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻസ് കേടുവന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള എഫിഷ്യൻസിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലായിരിക്കും. വെദർ ഈ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ ഇൻ എ ക്ലിനിക്കൽ സെറ്റിംഗ് ഈസ് കണ്ടാമിനേറ്റഡ്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ റീജിയൻ ക്ലീൻ ചെയ്യാൻ ഒരു ഡിസിൻഫെക്റ്റൻറ്റ് എടുത്തു. അപ്പോൾ ആ സെറ്റിങ്ങിൽ അവിടെ എന്താണ് ആ ഡിസിൻഫെക്റ്റൻറ്റ് കണ്ടാമിനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, ആ ഡിസിൻഫെക്റ്റൻറ്റിന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ കേസസ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു കണ്ടാമിനേഷൻ ടെസ്റ്റ് ചെയ്ത് അറിയണം. അതായത് ഇപ്പം അങ്ങനെ നമുക്കിപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടാമിനേറ്റ് ആവുന്നതാണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ കണ്ടാമിനേഷൻ ലെവൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് ഇൻ യൂസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അല്ലാതെ നമ്മുടെ ഡൊമസ്റ്റിക് എൻവയോൺമെന്റ്സിൽ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് ആകട്ടെ ഡിറ്റർജൻസ് ആകട്ടെ അതിൻ്റെയൊക്കെ എഫക്റ്റീവ്നെസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻ യൂസ് ടെസ്റ്റിൻ്റെ ഒരു പ്രോസസ്സിന് ഒരു 4-5 സ്റ്റെപ്പായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത ഡിസിൻഫെക്റ്റൻ്റ് 1 ml സാമ്പിൾ എടുത്തിട്ട് അതിന് സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ബ്രോത്ത് മീഡിയത്തിലേക്ക് 9 ml അതായത് 9 ml എടുക്കും അതിൻ്റെ. സോ 1 ml + 9 ml ടോട്ടൽ 10 ml ആയല്ലേ. അപ്പോൾ 1 ml സാമ്പിളും 9 ml നമ്മളൊരു സ്റ്റെറൈൽ മീഡിയം, സ്റ്റെറൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ മൈക്രോബ് ഗ്രോത്ത് ഒന്നും വരാത്ത ഒരു മീഡിയമാണ്, അതിൽ ഒരു ഗ്രോത്തും വരത്തില്ല. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഒരു 1 ml ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ സാമ്പിൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ആഡ് എ കോമ്പൗണ്ട് ടു ദ ബ്രോത്ത് മീഡിയം ടു ഇനാക്ടിവേറ്റ് ദ ഡിസിൻഫെക്റ്റൻറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് കുറെ കെമിക്കൽസ് കാണുമല്ലോ, അതിനെ ആ കെമിക്കൽസ് അതായത് നമ്മളെ ഈ മൈക്രോ ഓർഗാനിസം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിരിക്കില്ല. അപ്പൊ ആ ഡിസിൻഫെക്റ്റന്റിന്റെ കോമ്പോസിഷനിലുള്ള കെമിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇനാക്റ്റീവ് ആക്കി കളയുന്ന രീതിയിലുള്ള കോമ്പൗണ്ട് നമ്മൾ ഈ ഒരു മിക്സ്ചറിലേക്ക് ഒഴിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളിപ്പോൾ എന്താ ഒഴിച്ചത്, നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ നമ്മൾ ആ ബ്രോത്തിലേക്ക് ഒഴിച്ചല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഈ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ്റെ കൂടെ എന്തും കാണും, പാത്തജൻസും കാണും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ പാത്തജൻസിനെ ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി അതിലടങ്ങിയിരിക്കുന്ന ഡിസിൻഫെക്റ്റന്റിനെ ഇനാക്റ്റീവ് ആക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളൊരു കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ കോമ്പൗണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മീഡിയത്തിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള അതായത് ഒരു ഗ്രോത്തും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു മീഡിയമാണ് നമ്മൾ സ്റ്റെറൈൽ ബ്രോത്ത് മീഡിയം എടുത്തു. അതിലേക്ക് 1 ml സാമ്പിൾ ഒഴിച്ചു ഡിസിൻഫെക്റ്റന്റിനെ ഇനാക്റ്റീവ് ആക്കി. ഇനി നമ്മൾ പ്ലേസ് 10 drops ഓഫ് ദ ഡൈല്യൂട്ടഡ് സാമ്പിൾ ഓൺ ഈച്ച് ഓഫ് 2 ന്യൂട്രിയൻറ്റ് അഗാർ പ്ലേറ്റ്സ്. ഇനി നമ്മൾ 2 അഗാർ പ്ലേറ്റ് ന്യൂട്രിയൻറ്റ് അഗാർ പ്ലേറ്റ് എടുത്തിട്ട് ഇതിന്ന് 10 ഡ്രോപ്പ് വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത സാമ്പിളിൽ നിന്നും എന്ത് ചെയ്യും, 10 ഡ്രോപ്പ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ 3 ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ആൻഡ് ഇത് 2 സാമ്പിൾ നമ്മൾ എടുത്തല്ലോ, അതിൽ ഒരു സാമ്പിളിനെയാണ് നമ്മൾ ഇങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തതിനെ റൂം ടെമ്പറേച്ചറിൽ 7 ദിവസം വെച്ചിരിക്കും. എന്നിട്ട് രണ്ടിലും നമ്മൾ മൈക്രോബിയൽ കോളനീസ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 5 കൂടുതലോ കോളനീസ് ഏതെങ്കിലും ഒരു പ്ലേറ്റിലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ആ ഡിസിൻഫെക്റ്റന്റ് കണ്ടാമിനേറ്റ് ആയി കഴിഞ്ഞു എന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇൻ യൂസ് ടെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മളത് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് അറിയുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പോവാം. Among the following methods, identify the correct way of cleaning laboratory glassware. നമ്മൾ ലബോറട്ടറിയിലെ ഗ്ലാസ് വെയർ ക്ലീൻ ചെയ്യുന്നത് ഏത് മെത്തേഡ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളതാണ്.
ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ, പേപ്പർ ടവൽ ഡ്രൈയിങ്, സോപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ, എയർ ഡ്രൈയിങ്, സോപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ, അസിറ്റോൺ വാഷ്, എയർ ഡ്രൈയിങ്, സോപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ, ഡി അയണൈസ്ഡ് വാട്ടർ ആൻഡ് എയർ ഡ്രൈ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, സോപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ, ഡി അയണൈസ്ഡ് വാട്ടർ, എയർ ഡ്രൈ. സോ നമ്മൾ സാധാരണയായിട്ട് ലബോറട്ടറിയിലെ ഗ്ലാസ് വേസ് ക്ലീൻ ചെയ്യുന്നത് ഫസ്റ്റ് സോപ്പ് വെച്ചിട്ട് സോപ്പിനെ മിക്സ് ചെയ്ത് ആ വാട്ടറിൽ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യും. എന്നിട്ട് ടാപ്പിന്റെ കീഴിൽ വെച്ച് ടാപ്പ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യും. പിന്നെ ഡി അയണൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ ഡ്രൈയിങ് ചെയ്യുന്നത്. സോ ഡി അയണൈസ്ഡ് വാട്ടറിന്റെ പ്രത്യേകത അതിൽ പ്രത്യേകിച്ച് ഈ മിനറൽ അയോൺസ് ഒന്നും കാണത്തില്ല. അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഇപ്പോൾ അയോൺസ് ഒന്നും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. സോ കാരണം നമ്മൾ ഈ ലബോറട്ടറിയിൽ ചെയ്യുമ്പോൾ പല കെമിക്കൽസ് അതിൻ്റെ കുറച്ച് എമൗണ്ട് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അതിൽ അയോൺസ് ആണ് എന്തിന് ഈ റിയാക്ഷൻസ് തരുന്നത്. അപ്പം നമ്മൾ ഈ ഡി അയോണൈസ്ഡ് വാട്ടർ ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താണ് അതിൽ കൂടുതൽ അഡീഷണൽ ആയിട്ട് പുതിയ അയോൺസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ആകാതെ നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ എയറിൽ വെച്ച് ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫോളോ ചെയ്യുകയാണ് നമ്മൾ ലബോറട്ടറി ഗ്ലാസ് വെയർ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് കുറച്ചുകൂടെ ഒരു മെത്തഡിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Third question, in a chemical laboratory, identify the protocol not adhering to proper chemical storage standards. Methanol should be stored in a flame safety cabinet. Oxidizers and flammables should be stored in some cabinet, same cabinet for easy access. Chemicals should not be stored purely based on alphabetic order. Acid and bases should be stored separately or with സഫീഷ്യൻറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു കെമിക്കൽ ലബോറട്ടറിയിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ സ്റ്റോറേജ് സ്റ്റാൻഡേർഡ്, കെമിക്കൽസിനെ സ്റ്റോർ ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് താഴെ ഇവിടെ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം പക്ഷെ തെറ്റാണ്. അത് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓക്സിഡൈസേഴ്സ് ആൻഡ് ഫ്ലെയിമബിൾസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെയിം ക്യാബിനറ്റ് ഫോർ ഈസി ആക്സസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിഡൈസേഴ്സിനെയും ഫ്ലെയിമബിൾസിനെയും നമ്മൾ ഒരേ ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യണം, എളുപ്പം അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് തെറ്റാണ്. കാരണം നമ്മൾ ഒരേ സെയിം ക്യാബിനറ്റിനകത്ത് ഓക്സിഡൈസും ഫ്ലെയിമബിൾസും വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നടക്കാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം ഓക്സിഡൈസർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും ഇനിഷ്യേറ്റ് ഓർ പ്രൊമോട്ട് കമ്പഷൻ അല്ലെ, മറ്റു മെറ്റീരിയൽസിൽ കത്തിപ്പിടിക്കാനുള്ള ഒരു ഇനിഷ്യേഷൻ, അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ് ഈ ഓക്സിഡൈസർ. ആൻഡ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ക്യാബിനറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വസ്തുക്കളാണ് നമ്മളെപ്പോഴും ഫ്ലെയിമബിൾ ക്യാബിനറ്റിനകത്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ കൂടെ കൊണ്ട് ഓക്സിഡൈസറിനെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കത്തിപ്പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെക്കുന്ന ക്യാബിനറ്റ് നല്ലപോലെ ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അവർക്ക് ഡോർസ് പക്ഷെ അകത്തുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരുന്ന രീതിയിലുള്ള ഒരു ക്യാബിനറ്റ് അല്ല, ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് പ്രഷർ ബിൽഡപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ ഈ ഓക്സിഡൈസറിന്റെ പ്രസൻസിൽ പെട്ടെന്ന് റിയാക്ഷൻസ് ഒക്കെ നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൻഡ് അവിടെ വലിയൊരു എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ലാർജ് എമൗണ്ടിലൊക്കെ പുറപ്പെടുവിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡൈസറും ഫ്ലെയിമബിൾസും ഒരിക്കലും ഒരേ ക്യാബിനറ്റിൽ വെക്കരുതെന്ന് പറയുന്നത്. പക്ഷെ ബാക്കി 3 പോയിന്റ്സും കറക്റ്റ് ആണ്. നമുക്ക് ആ പോയിന്റ്സിൽ ഇത് 2 പറഞ്ഞിട്ടുണ്ട്. അതായത് മെത്തനോൾ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് മെത്തനോൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റ്. മെത്തനോൾ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്, മെത്തനോൾ ലിക്വിഡ് സ്റ്റേറ്റ് ആകട്ടെ ഗേഷ്യസ് സ്റ്റേറ്റ് ആവട്ടെ ഏതിലാണെങ്കിലും അത് പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള കമ്പസ്റ്റബിൾ, ഈസിലി കമ്പസ്റ്റബിൾ അല്ലെങ്കിൽ ഹൈലി ഫ്ലെയിമബിൾ, പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു കെമിക്കലാണ്. സോ അതിനെപ്പോഴും ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റിൽ തന്നെ സ്റ്റോർ ചെയ്യണം, അത് കറക്റ്റ് ആണ്. പിന്നെ ഉള്ളത് ഈ കെമിക്കൽസ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് പ്യൂർലി ബേസ്ഡ് ഓൺ ആൽഫബറ്റിക് ഓർഡർ അല്ലേ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മൾ കെമിക്കൽസ് ആയതുകൊണ്ട് കെമിക്കലി റിയാക്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ നമുക്ക് ഫോളോ ചെയ്യേണ്ട, അതും കറക്റ്റാണ്. ഇനി ലാസ്റ്റ് പോയിന്റും കറക്റ്റാണ്. ആസിഡ്സ് ആൻഡ് ബേസ് ഷുഡ് ബി സ്റ്റോർഡ് സെപ്പറേറ്റ്ലി ഓർ വിത്ത് സഫീഷ്യന്റ് ഡിസ്റ്റൻസ്. നമ്മൾ ഒരിക്കലും ആസിഡും ബേസിനെ ഒരേ കണ്ടെയ്നേഴ്സിലൊന്നും വെക്കാൻ പാടില്ല. ഒരിക്കലും നമ്മളങ്ങനെ ഒരു കെമിക്കലിനെ മറ്റൊരു കെമിക്കലിനെ മിക്സ് ചെയ്തൊന്നും വെക്കാറില്ല. പിന്നെ ഒരു സഫീഷ്യന്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എപ്പോഴും ആസിഡും ബേസും വെക്കാറുള്ളൂ. അല്ല, കാരണം ഇവർ ചിലപ്പോഴൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ടോക്സിക് ആയിട്ട്, കാരണം നമ്മൾ റിയാക്ഷൻസ് ചെയ്യുമ്പോൾ വളരെ ചെറിയ എമൗണ്ട്സ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ നമ്മൾ അടുത്ത് വെക്കുമ്പോൾ എങ്ങാനും കാരണവശാൽ ഈ ഒരു ഹോൾ എമൗണ്ട് ഒക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ
ഭയങ്കര ടോക്സിക് ആൻഡ് ഡെഡ്ലി ആയിട്ടുള്ള റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാബിനറ്റ്സിൽ അത് വയ്ക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും റൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, so any next question, safe disposal of biological specimen should be ensured by which of the following? Specimen is disposed by burning in open air. Specimen should be placed in an autoclave bed and autoclaved for 1 hour. Specimen is washed down the sink with any disinfectant solution. Specimen is to be stored in sealed bag till it is safe for disposal. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള സ്പെസിമെൻസ് ഉണ്ടാകും. നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി സ്പെസിമെൻസ് എടുക്കും അല്ലേ. ഇപ്പോൾ ബ്ലഡ് സാമ്പിൾസ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമ്പിൾസ് എടുക്കാം. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണ്, അതിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് അതിൽ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഈ സ്പെസിമെന്നെ എടുത്തിട്ട് നമ്മൾ ഓട്ടോക്ലേവ് ബെഡിൽ വെച്ച് അതിന് ആ ഒരു ഓട്ടോക്ലേവിനകത്ത് 1 hour വെച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ പുറത്തേക്ക് ഡിസ്പോസ് ചെയ്ത് കളയുന്നത്. ഓക്കെ, സോ മെയിനായിട്ട് നമുക്ക് ഈ സ്പെസിമെൻ്റെ കണ്ടീഷൻ അറിയില്ല, അതായത് അത് ലൈക്ക് അത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സ്പെസിമെൻ ആണോ എന്ന് അറിയില്ല. അതിപ്പം ആരെങ്കിലും കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഡിസീസ് കിട്ടുമോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഏതൊരു സ്പെസിമെൻ ഓപ്പൺ എയറിൽ ഒട്ടുമേ വെക്കാൻ പാടില്ല. പിന്നെ ഇവർ പറയുന്നത് സിങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് വാഷ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ്, ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡിസിൻഫെക്റ്റന്റിലൊന്നും ചിലപ്പോൾ അത് കില്ലായി പോകത്തില്ല. സോ അങ്ങനെ വാഷ് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ പറയുന്നത് സേഫ് ഡിസ്പോസൽ ആകുന്നത് വരെ ഒരു പർട്ടിക്കുലർ ടൈം വരെ നമ്മൾ അതിൻ്റെ ഒരു സീൽഡ് ബാഗിനകത്ത് വെക്കുക. മൈക്രോ ഓർഗാനിസംസിന് എന്ന് പറഞ്ഞാൽ സീൽഡ് ബാഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കേടുവന്ന് പോകത്തൊന്നുമില്ല. മൈക്രോ ഓർഗാനിസംസ് വിൽ സർവൈവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സീൽഡ് ബാഗിൽ വെച്ച ശേഷം കുറേ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കളയാന്ന് പറഞ്ഞാൽ അതും നമുക്ക് സേഫ് ആയിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡ് അല്ല. ഓട്ടോക്ലേവിനകത്ത് വെച്ച് ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ അതിനെന്ത് നിന്ന് ഡിസ്പോസ് ചെയ്യുന്നത്. സോ റൈറ്റ് ഓപ്ഷൻ വന്ന് ഓപ്ഷൻ ബി ആണ്. Fifth question, what is not an advantage of an auto analyzer in a clinical laboratory? More accurate than manual methods, higher sample turnover, versatility in handling multiple assays simultaneously, none of these. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഓട്ടോ ആനലൈസർ നമ്മൾ ക്ലിനിക്കൽ ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഓട്ടോ ആനലൈസർ. അപ്പോൾ ഈ ഓട്ടോ ആനലൈസറിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റൈറ്റ് ഓപ്ഷൻ ഈസ് നൺ ഓഫ് ദീസ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്, ഓട്ടോ അനലൈസറിന്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. സോ മോർ ആക്യുറേറ്റ് ദൻ മാനുവൽ മെത്തേഡ്സ്, നമ്മൾ ഓട്ടോ അനലൈസർ നമ്മൾ മാനുവലി ചെയ്യുന്ന പല മെത്തേഡ്സിനെക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് തരാറുള്ളത്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഹയർ സാമ്പിൾ ടേൺ ഓവർ, പിന്നെ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനുഷ്യന് ഓരോ സാമ്പിൾസ് നോക്കി ചെയ്യുമ്പോൾ ഒത്തിരി ടൈം എടുക്കും അല്ലേ. പക്ഷെ ഇതിനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട്സ് തരുന്നതുകൊണ്ട് നമുക്ക് ഹയർ സാമ്പിൾ ടേൺ ഓവർ ഉണ്ടാവാറുണ്ട്. പിന്നെ വേഴ്സറ്റൈലിറ്റി ഇൻ ഹാൻഡ്ലിംഗ് മൾട്ടിപ്പിൾ അസേസ് സൈമിൾട്ടേനിയസ്ലി, പിന്നെ ഇതിനെന്താണ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഈ ടെസ്റ്റിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓട്ടോ അനലൈസർ. സോ ഇങ്ങനെ പല രീതിയിലും ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ മുകളിൽ പറഞ്ഞ 3 അഡ്വാൻറ്റേജസ് ആണ്, റൈറ്റ് ആണ്. സോ നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. Sixth question, identify the main benefit of adopting laboratory informatics in a clinical laboratory. Job creation for information technologist, makes daily laboratory management less user-friendly. Databases help in result recording, retrieval and analysis, open to data manipulation. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ്, അതായത് നമുക്കറിയാം ലബോറട്ടറിയിൽ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്, ബയോളജിക്കൽ സ്പെസിമെൻസിന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ കുറേ ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ പല ആൾക്കാരുടേത് കൊണ്ടല്ലേ, അപ്പോൾ അവരുടെ പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിമെൻ്റെ റിലേറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത ശേഷമുള്ള റിസൾട്ടുകൾ കീപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെ ഒത്തിരി ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലബോറട്ടറി അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ്, ഓക്കെ, ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ് ഒരു ഡേറ്റാബേസ് ഒക്കെ പോലെ നമ്മൾ ഈ വരുന്ന ഡേറ്റയൊക്കെ കീപ്പ് ചെയ്യാനൊരു ടെക്നിക്കൽ ആയിട്ടുള്ളൊരു ഇൻഫോർമാറ്റിക്സ് അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണ്, അങ്ങനെ ഒരു ഫീച്ചർ അഡോപ്റ്റ് ചെയ്താൽ എന്താണ് ഗുണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റാബേസ് ഹെൽപ്പ് ഇൻ റിസൾട്ട് റെക്കോർഡിംഗ്, റിട്രീവൽ ആൻഡ് അനാലിസിസ്. അപ്പം നമ്മളിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ വരുന്ന എല്ലാ ഡേറ്റയും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക, ആവശ്യമുള്ളപ്പോൾ നമുക്ക് അത് എടുക്കണം, അത് മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ലെസ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഡേറ്റ മാനിപ്പുലേഷൻ ചെയ്യാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ റിസൾട്ട്സ് എല്ലാം റെക്കോർഡ് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ അത് റിട്രീവ് ചെയ്തെടുക്കുക,
അത് ഇപ്പോൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനൊക്കെ കൊടുക്കാനാണെങ്കിൽ കൊടുക്കുക. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ് ഒരു ലാബിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലിറ്റിക്കൽ വേരിയബിൾസ് ക്യാൻ അറൈസ് from which of the following factors? Relaxed quality control of equipments involved, poor standard operating procedures, lack of rigorous controls in sample collection, all of these. So ഈ ചോദ്യത്തിന്റെ ഉത്തരം റൈറ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദീസ് ആണ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഈ അനലിറ്റിക്കൽ വേരിയബിൾസ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായാലും നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അനലിറ്റിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലാബിൽ നമ്മൾ എന്താണ് പല ടെസ്റ്റും ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ പ്രൊസീജിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പ്രോപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ആ മെത്തേഡ് ഫുള്ള് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ടെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു ഫാക്ടറിനെ നമ്മൾ അനലിറ്റിക്കൽ വേരിയബിൾസ് എന്ന് വിളിക്കും. അനലിറ്റിക്കൽ വേരിയബിൾസ് എന്ന് വിളിക്കും. സോ ഈ അനലിറ്റിക്കൽ വേരിയബിൾസ് എന്തൊക്കെയാകാം അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റിലാക്സ്ഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് എക്യുപ്മെന്റ്സ് ഇൻവോൾവ്. ലാബിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിസൾട്ട് കിട്ടണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ബ്ലഡ് സെല്ലിന്റെ കൗണ്ട് ആണ്, അത് ഒരു അല്പം പോലും മാറിപ്പോയി റേഞ്ചിൽ വിട്ടുപോയി നമുക്ക് തെറ്റിയാണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. സോ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നതാവണമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും നടത്തിയിരിക്കണം. അതിലൊരു റിലാക്സേഷനും പാടില്ല. അങ്ങനെ ഒരു റിലാക്സേഷൻ വരുവാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ട്. സോ അതൊരു അനലിറ്റിക്കൽ വേരിയബിളിന് കാരണമാകാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തത് പുവർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതായത് നമ്മുടെ ലാബിൽ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക മെത്തേഡും കാര്യങ്ങളും സ്റ്റെപ്സും ഒക്കെ ഉണ്ടാവില്ല. അപ്പം അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതി ചൂസ് ചെയ്യാതെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും, ടെസ്റ്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യേണ്ട ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡ് ലൈനും മെത്തഡോളജിയും ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ പുവർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റിംഗ് പ്രോസസ്സിനെയൊക്കെ അതെന്ത് ചെയ്യും, ബാധിക്കുന്നതാണ്. സോ ഇതും ഒരു അനലിറ്റിക്കൽ വേരിയബിളിന് കാരണമാകാം. ലാക്ക് ഓഫ് റിഗറസ് കൺട്രോൾസ് ഇൻ സാമ്പിൾ കളക്ഷൻ. ഇപ്പം നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിൾ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് അതിനെ സേഫായിട്ട് കീപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ വരെ അതിനെ സേഫായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് കണ്ടാമിനേറ്റ് ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ടുള്ള റിസൾട്ട്സ് തന്നില്ലാതെ. സോ അങ്ങനത്തെ സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, നമ്മുടെ ഈ ടെസ്റ്റിങ്ങിനെ ബാധിക്കാം. സോ അതും ഒരു അനലിറ്റിക്കൽ വേരിയബിളിന് കാരണമാകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നും എന്താണ്, അനലിറ്റിക്കൽ വേരിയബിൾസ് ഉണ്ടായി വരാനുള്ള ഓരോ റീസൺസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓൾ ഓഫ് ദീസ്. ഓക്കെ, next question, fire caused by flammable liquids can be extinguished using water, fire blanket, carbon dioxide fire extinguisher, all of the above. അപ്പോൾ നമ്മൾ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് കാരണം ഉണ്ടായ ഒരു ഫയർ, അതായത് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ലിക്വിഡ്സ് ഉണ്ടല്ലോ, അത് കാരണം ഒരു ഫയർ ഉണ്ടായി എങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. നമ്മൾ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് കത്തിപ്പിടിച്ചാൽ നമ്മൾ അതിനെ അണയ്ക്കാനായിട്ട് കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ തന്നെ യൂസ് ചെയ്യണം. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാർബൺ ഡയോക്സൈഡ് എന്ത് ടൈപ്പ് ഗ്യാസ് ആണ്, അങ്ങനെ കത്തിപ്പിടിക്കാത്ത, അതായത് ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസ് അല്ല, അതിന് കളറില്ല, ഓർഡർ ഇല്ല, പിന്നെ കത്തിപ്പിടിക്കത്തുമില്ല. ആൻഡ് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസസ് ഓക്സിജൻ. എവിടെയൊക്കെ ഓക്സിജൻ ഉണ്ട് അതിനെ മാറ്റി കാർബൺ ഡയോക്സൈഡ് അവിടെ ചേരും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളതാണ് ഈ കാർബൺ ഡയോക്സൈഡ്. അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ ആണ് സാധാരണ നമ്മളെ കമ്പഷൻ, അതായത് ഈ കത്തിപ്പിടിക്കുന്നതിന്റെ മെയിൻ ആള്. ഈ ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫയർ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അവിടെയുള്ള ഓക്സിജനെയൊക്കെ റീപ്ലേസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഫ്ലെയിമിന് കത്താനുള്ള ഓക്സിജൻ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ ഫയർ അങ്ങ് എക്സ്റ്റിങ്ക്വിഷ് ആയിപ്പോൾ. അങ്ങനെയാണ് ഈ കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ മിക്ക പ്ലേസിൽ ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കാരണം ഉണ്ടാകുന്ന ഈ ചില ഫയർസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ സാധാരണ കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഈ സ്പെസിഫിക് കേസിൽ നമ്മൾ എന്ത് തന്നെയാണ്, കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കാൽസ് ആർ നോട്ട് കോസ്ഡ് ബൈ ഹോട്ട് വാട്ടർ, കോൺടാക്ട് വിത്ത് ഹോട്ട് ഒബ്ജക്ട്സ്, ഹോട്ട് ഓയിൽ, സ്റ്റീം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്കാൾഡ് ഉണ്ടാകാൻ പല റീസൺസ് ഉണ്ട്, പക്ഷെ ഇതിൽ ഏത് റീസൺ കാരണം അത് ഉണ്ടാകില്ല
എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ റൈറ്റ് ഓപ്ഷൻ ഈസ് കോൺടാക്ട് വിത്ത് ഹോട്ട് ഒബ്ജക്ട്സ്. ഓക്കെ, കോൺടാക്ട് വിത്ത് ഹോട്ട് ഒബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് സ്കാൽഡ്സ് എന്താണെന്നാണ്. സ്കാൽഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബേൺ ആണ്. അതായത് ഹോട്ട് ആയിട്ടുള്ള ഭയങ്കര ചൂടുള്ള ലിക്വിഡോ അല്ലെങ്കിൽ സ്റ്റീമോ നമ്മുടെ ശരീരഭാഗത്തിൽ എവിടെയെങ്കിലും എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവില്ല, ഒരു ബേൺ സംഭവിക്കും, ഒരു പൊള്ളലേൽക്കും. ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോട്ട് ലിക്വിഡ് എന്ന് പറയുമ്പോൾ തിളച്ച വെള്ളമാകാം, ബോയിലിംഗ് വാട്ടർ ആകാം, ഇല്ലെങ്കിൽ ഈ സ്റ്റീം എന്ന് പറയുന്നത് ബോയിലിംഗ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ആവി അടിക്കുന്നതാകാം. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ബേണിംഗ് സെൻസേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്കാൽഡ് യൂഷ്വലി ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണ്, പക്ഷെ ചിലപ്പോൾ 3rd ഡിഗ്രി ബേൺസ് വരെ ആകാൻ ചാൻസ് ഉണ്ട് ഇഫ് ഈ ഹോട്ട് ലിക്വിഡ് അല്ലെങ്കിൽ സ്റ്റീം നമ്മുടെ ആ ഒരു സ്കിന്നുമായിട്ട് കൂടുതൽ ടൈം കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ 1st or 2nd ഡിഗ്രി ബേൺസ് ആയിരിക്കും, പക്ഷേ കൂടുതൽ ടൈം എക്സ്പോസ് ആയി കഴിഞ്ഞാൽ 3rd ഡിഗ്രി ബേൺസ് വരെ. ഈ 1st, 2nd, 3rd എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ പല ലെയേഴ്സ് ഉണ്ട് അല്ലേ. എപ്പിഡെർമിസ്, പിന്നെ അതിൻ്റെ താഴെ ഡെർമിസ്, പിന്നെ അതിൻ്റെ അടിയിലാണ് ഫാറ്റ് ഉള്ളത്. അപ്പോൾ 1st ഡിഗ്രി ബേൺ എന്ന് പറയുന്നത് എപ്പിഡെർമിസിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. 2nd ഡിഗ്രി എന്ന് പറയുമ്പോൾ എപ്പിഡെർമിസിനെയും ഡെർമിസിനെ അഫക്റ്റ് ചെയ്യും. 3rd ഡിഗ്രി എന്ന് പറയുമ്പോൾ 3ാമത്തെ ലെയർ ഫാറ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ സ്കാൽഡ് എന്ന് പറയുന്നത് പൊതുവിൽ അത്ര സിവിയർ അല്ല, പക്ഷെ സിവിയർ ആകാനും ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. സ്കാൽഡ് ഭയങ്കര പെയിൻഫുൾ ആകാറുണ്ട്, കാരണം അത് ഈ ബേൺ വന്ന ശേഷം നമുക്കറിയാലോ ഭയങ്കരമായിട്ട് ചുമന്നിട്ട് സ്കിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ബ്ലിസ്റ്റേഴ്സ് വരാം, സ്വെല്ലിങ് വരാം, സ്കിന്ന് ചിലപ്പോൾ ചുളുങ്ങിയിട്ട് നിറം മാറാം, വൈറ്റിഷ് ആകാം, അങ്ങനെ പല റീസൺസ് ഉണ്ട്. സോ അത് പെയിൻഫുൾ ആകാനും ചാൻസ് ഉണ്ട്. ബട്ട് സ്കാൽഡ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ സ്കാൽഡ് ഉണ്ടാകുന്നത് ഹോട്ട് ലിക്വിഡ്സ് അല്ലെങ്കിൽ സ്റ്റീം നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ ഹോട്ട് വാട്ടർ കൊടുത്തിട്ടുണ്ട്, ഹോട്ട് ഓയിൽ, സ്റ്റീം കൊടുത്തിട്ടുണ്ട്, പക്ഷെ കോൺടാക്ട് വിത്ത് ഹോട്ട് ഒബ്ജക്ട്സ്. ഓക്കെ, ഹോട്ട് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ അത്ര ഭയങ്കര ചൂടുള്ള ഒബ്ജക്ട്സിനെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്കാൽഡ് ഉണ്ടാകത്തില്ല. സ്കാൽഡ് എന്ന് പറയുന്നത് ഹോട്ട് ലിക്വിഡ് ആകണം അല്ലെങ്കിൽ സ്റ്റീം ആകണം. അപ്പോൾ ഇവിടെ ഹോട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞിട്ടില്ല, അത് ലിക്വിഡോ സ്റ്റീമോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഒബ്ജക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലായിടോ ഹോട്ട് ലിക്വിഡും സ്റ്റീമും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കാൽഡ് എന്ന് പറയുന്നത് കോൺടാക്ട് വിത്ത് ഹോട്ട് ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാകത്തില്ല. സോ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. Next question. One of the chemicals listed below is stored under water to prevent explosion. Identify it. Options: picric acid, nitric acid, trichloroacetic acid, സൾഫോസാലിസിലിക് ആസിഡ്. അപ്പോൾ ഇതിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഈ 4 ആസിഡുകളിൽ ഒരെണ്ണത്തിന് നമ്മൾ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നത്, അതായത് അതിനെ വാട്ടറിന്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. കാരണം അത് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് എക്സ്പ്ലോസീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വാട്ടറിന്റെ താഴെ വെച്ചേക്കുള്ളൂ. ആൻഡ് ദ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പിക്രിക് ആസിഡ് ആണ്. പിക്രിക് ആസിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈഡ്രേറ്റഡ് കണ്ടീഷനിൽ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ അതൊട്ടും ഹാംഫുൾ അല്ല. പക്ഷെ അതേസമയം നമ്മളതിനെ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുവാണ്, അതായത് ഒട്ടും വാട്ടർ കണ്ടന്റ് ഇല്ലാതെ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യണം. ലെസ് ദാൻ 10% വാട്ടർ, അതിൽ 10%നും താഴെയാണ് വാട്ടറിന്റെ കണ്ടന്റ് ഉള്ളതെങ്കിൽ അത് പെട്ടെന്ന് എന്ത് സംഭവിക്കും, അത് പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ആ പിക്രിക് ആസിഡിനെ എപ്പോഴും വാട്ടറിന്റെ താഴെ ഇരിക്കുമ്പോൾ അണ്ടർ വാട്ടർ ആയിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, അതിനെ കീപ്പ് ചെയ്യുന്നത്. സോ ഡ്രൈ പിക്രിക് ആസിഡ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു ഹീറ്റ്, ഷോക്ക് ആൻഡ് ഫ്രിക്ഷൻ. ഡ്രൈ ആയിട്ടിരിക്കുന്ന പിക്രിക് ആസിഡിന്റെ പ്രത്യേകത അത് ഹീറ്റിനും ഷോക്കിനും ഫ്രിക്ഷനും ഹൈലി സെൻസിറ്റീവ് ആണ്. അപ്പോൾ ചെറിയ ഫ്രിക്ഷൻ വന്നാൽ പോലും അത് ചിലപ്പോൾ കത്തിപ്പിടിച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ പിക്രിക് ആസിഡിനെയാണ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുന്നത്. Now, before cleaning with water, newly purchased soda lime glassware should be treated overnight with 5% hydrochloric acid, 5% NaOH, 15% NaOH, 5% KOH. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ഒരു സോഡ ലൈമിന്റെ ഗ്ലാസ് വെയർ ഉണ്ട്. അതിനെ നമ്മൾ ക്ലീനിങ് വെള്ളം വെച്ച് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ, അത് പുതിയതായിട്ട് മേടിച്ചതാണ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്യണം. ആ ക്ലീനിങ്ങിന് മുന്നേ നമ്മൾ ഓവർനൈറ്റ് അതിന് ട്രീറ്റ് ചെയ്യും ഒരു പർട്ടിക്കുലർ കെമിക്കലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്. ആ കെമിക്കൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 5% ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സാധാരണ വരുന്ന നമ്മൾ സോഡ ലൈം എന്ന് തന്നെ പറഞ്ഞു, സോഡ ലൈം തന്നെ ആൽക്കലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ സോഡ ലൈം ഗ്ലാസ് വെയറിന്റെ പ്രത്യേകത അത് യൂസ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ അതിനൊരു ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആസിഡ് സൊല്യൂഷനിൽ എന്ത് ചെയ്യും, മുക്കി വെച്ചിരിക്കും. ഒരു കുറച്ച് മണിക്കൂർ അതിനെ എന്ത് ചെയ്യും, ജസ്റ്റ് സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് മണിക്കൂർ ഈ ആസിഡിൽ വെച്ചേക്കും.
ആൻഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1% സൊല്യൂഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലയിടത്തൊക്കെ 5% യൂസ് ചെയ്യാറുണ്ട്. സോ ഹൈഡ്രോക്ലോറിക് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിയ ബാക്കി 3 ബേസസ് ആണ് അല്ലേ, ആൽക്കലീസ് ആണ്. ഇത് മാത്രമാണ് ആസിഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ 3 എലിമിനേറ്റ് ചെയ്തത് കറക്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഏകദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് വെയറിന് ഒരു ഏകദേശം 1 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സോക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പുറമെ മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു ഫ്ലാസ്ക് ആകാം, അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പുറം ഭാഗവും അകഭാഗവും ഒക്കെ എന്ത് ചെയ്യണം, ഈ ഒരു സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇഫക്റ്റീവ് ആയിട്ട് വരുള്ളൂ. സോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഗ്ലബ്സും ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇത്ര എമൗണ്ട് ഓഫ് ഇപ്പം 1% ഇപ്പോൾ ആസിഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും ഇപ്പോൾ ഒരു വലിയ അപ്പാരറ്റസ് ബീക്കറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ മുക്കി വെക്കുമ്പോൾ അത്രയും ഒരു വലിയ കണ്ടെയ്നർ എടുത്ത് അതിനകത്ത് മുക്കി വെക്കുമ്പോൾ എന്തായാലും കയ്യിൽ ആസിഡൊക്കെ പുരളാൻ ചാൻസ് ഉണ്ട്. സോ സേഫ്റ്റി പ്രിക്കോഷൻസ് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് സെറ്റിംഗ് ഓഫ് എ സ്റ്റാൻഡർഡൈസ്ഡ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലബോറട്ടറി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. നമ്മളിപ്പോൾ ഒരു പുതിയൊരു ലാബ് തുടങ്ങുവാണ് എങ്കിൽ അവിടെ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ദ ഇന്റീരിയർ ഇലക്ട്രിക് വയറിംഗ് ഷുഡ് ഹാവ് എ 3-wire system. Each electric socket outlet should be used for only one appliance. There should be a provision for an ordinary refrigerator for storing flammable chemicals. All chemicals should be properly labeled with warnings. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം, അതായത് നമ്മുടെ ലാബിൽ നമ്മൾ പുതിയതായിട്ടൊരു ലാബ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു കാര്യം അത് ഓപ്ഷൻ സി ആണ്. ദർ ഷുഡ് ബി എ പ്രൊവിഷൻ ഫോർ എൻ ഓർഡിനറി റെഫ്രിജറേറ്റർ ഫോർ സ്റ്റോറിങ് ഫ്ലെയിമബിൾ കെമിക്കൽസ്. നമ്മുടെ വയറിംഗ് ഒക്കെ 3-wire സിസ്റ്റം ആണ്, അത് കറക്റ്റ് ആണ്. പിന്നെ ഒരു സോക്കറ്റിൽ നിന്ന് ഒരു അപ്ലയൻസിന്റെ കണക്ഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാ കെമിക്കൽസിനും പ്രോപ്പർ വാർണിംഗ് ലേബലിങ്സ് എല്ലാം ഉണ്ടാവണം. സോ ഇത് 3 കറക്റ്റ് ആണ്. അപ്പോൾ ഓഡ് വൺ ഔട്ട് ഇതാണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത് നോട്ട് കറക്റ്റ് ഓപ്ഷൻ അല്ലേ. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, must be chilled or frozen. That must be chilled or frozen, requires special flammable storage refrigerator or freezers to minimize the risk of fire or explosion. ചില ഫ്ലെയിമബിൾ ആയിട്ടുള്ള പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ലിക്വിഡ്സിനെ നമ്മൾ തണുപ്പിച്ച് വെക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു റിക്വയർമെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ചില്ലാക്കി അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും. സോ ദാറ്റ് അത് കത്തിപ്പിടിക്കത്തില്ല. ഒരിക്കലും നമ്മൾ സാധാരണ ഒരു ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ അതിന്റെ ഫ്രീസറിലോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ വെക്കാൻ പാടില്ല. കാരണം ഡൊമസ്റ്റിക് ആയിട്ടുള്ള റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് പെട്ടെന്ന് ഈ ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്തൊരു വയലന്റ് റിയാക്ഷൻ തരാൻ ചാൻസ് ഉണ്ട്. സോ അതായത് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ഒരിക്കലും ഓർഡിനറി റെഫ്രിജറേറ്ററിൽ കൊണ്ട് ഫ്ലെയിമബിൾ കെമിക്കൽസ് വെക്കാൻ പാടില്ല. അതായത് ചില കെമിക്കൽസിന് നമ്മൾ ഒരു കോൾഡ് ടെമ്പറേച്ചർ കോൾഡ് കണ്ടീഷനിൽ വെക്കണമെന്നുണ്ടാവും. പക്ഷെ അതിനൊരിക്കലും ഓർഡിനറി റെഫ്രിജറേറ്റർ ഉപയോഗിക്കരുത്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലെയിമബിൾ സ്റ്റോറേജ് റെഫ്രിജറേറ്റേഴ്സ് വേറെ ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെക്കണം. സോ അതാണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, regarding automation in the laboratory, all the following statements are true except minimize the variation in result, lowers the cost per test, use small amount of sample and reagents, can correct for deficiencies inherent in methodology. അപ്പോൾ ഇവിടെ ലബോറട്ടറിയിൽ ഓട്ടോമേഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടോമേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യം, അതായത് ഓട്ടോമേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻ കറക്റ്റ് ഫോർ ഡെഫിഷ്യൻസീസ് ഇൻഹെറന്റ് ഇൻ മെത്തഡോളജി ആണ്. കാരണം നമ്മളിപ്പോൾ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിൽ ഹ്യൂമൻ എറേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിസൾട്ടിൽ തന്നെ വേരിയേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഓരോ കോസ്റ്റ് മാനുവലി നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അത്ര എഫേർട്ട് നമുക്ക് ഇവിടെ വേണ്ടി വരില്ല. സോ അങ്ങനെ കോസ്റ്റ് കുറയും. ഓക്കെ, അടുത്തത് നമ്മൾ ഹ്യൂമൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ കൂടുതൽ റിയേജൻസ് സാമ്പിളൊക്കെ വേണ്ടി വരും. പക്ഷെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. സോ സ്മോൾ എമൗണ്ട് ഓഫ് സാമ്പിൾ മതിയാവും. ഓക്കെ, സോ ഇതൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഈ ഒരു ഓപ്ഷനാണ്, ക്യാൻ കറക്റ്റ് ഫോർ ഡെഫിഷ്യൻസീസ് ഇൻഹെറന്റ് ഇൻ മെത്തഡോളജി. അതായത് ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മളൊരു മെത്തഡോളജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മിസ്റ്റേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീൻസിന് അറിയാൻ പറ്റില്ല. നമ്മൾ മെത്തേഡിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റായിട്ടായിരിക്കും നമ്മൾ ഓട്ടോമേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളായിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. സോ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ.
ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ലബോറട്ടറി ബേസിക് ലബോറട്ടറി ടെക്നിക്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കുറച്ച് നമ്പർ ഓഫ് MCQs. So that's all for the discussion in this video. Thank you.